ഹായ് ഡി എസ് കെ പ്ലാറ്റ്ഫോം, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായില്ല കണ്ടിട്ട്. എന്തായാലും നമ്മൾ വീണ്ടും വീണ്ടും കാണും. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോകളൊന്നും ചെയ്തില്ല, സോ ക്ഷമിക്കുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്റ്റഡിയുടെ ഭാഗമായി കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ സോ സ്റ്റേ വിത്ത് മീ. ആൻഡ് ഞാനിപ്പോൾ ജാർഖണ്ഡിലാണ്, ജംഷഡ്പൂരിലാണ് ഉള്ളത്. But today morning I have arrived here, so because of the program I'm going to participate, so that's why I'm here. എന്തായാലും ഈ പ്രോഗ്രാം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ജാർഖണ്ഡിൽ വിശേഷങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിക്കാം വീഡിയോയിലൂടെ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അംഗമാവുക. മാത്രമല്ല ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുള്ളത് ടാറ്റ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്, മറ്റേ ജാർഖണ്ഡിലാണ്. അപ്പോൾ ഇതാണ് ടാറ്റ നഗർ. ടാറ്റ നഗർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ടാറ്റ സ്റ്റീൽ ഫാക്ടറി ഇവിടെയാണുള്ളത്, ഇതിൻ്റെ അടുത്താണ്. ഇത് കഴിഞ്ഞ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറമാണ് ആക്ച്വലി സ്റ്റീൽ ഫാക്ടറി. അപ്പോൾ അത് നമുക്ക് മേലെ നിന്നൊക്കെ കാണാൻ പറ്റും, നമ്മുടെ റൂമിൽ നിന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ടാറ്റ നഗർ എന്ന് പറയുന്നത്. ടാറ്റ സ്റ്റീൽ കമ്പനി എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്പനി എന്നാണ് പറയപ്പെടുന്നത്. ജംഷഡ്ജി ടാറ്റയാണ് ആക്ച്വലി ഈ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ടാറ്റ നഗറിൽ ഏറ്റവും കൂടുതലായിട്ടും ഈ സാധാരണക്കാരാണ് കേട്ടോ താമസിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു പാർട്ടാണ്. ഇതിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സാധാരണക്കാരെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള ചെറിയ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇവിടേക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് ആക്ച്വലി ടാറ്റ നഗർ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് സാധ്യമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വി വിൽ വിസിറ്റ് ഹിയർ ആൻഡ് ഐ വിൽ ഷോ യു if it is possible, okay, everything regarding the Tata Nagar. क्यों इतना टाइम लग रहा है? बहुत ट्रैफिक है क्या? हाँ, ट्रैफिक हर दिन ऐसे ही रहता ट्रैफिक या आज है? नहीं, हर दिन ऐसे रहता है। अच्छा, इधर ये इलेक्शन हो गया ना? नहीं हुआ, हो रहा है। नहीं, हो गया कल से हो गया। किसी say hi. Hello friends, these are my friends now. So Suresh, I am Palakkad, Kerala. Balu Shiva. He is Balu from Telangana, Shiva from Andhra Pradesh and Telangana. Guys, ഇവിടെയാണ് ആക്ച്വലി പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇവിടെയും തൊട്ടടുത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാനാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും എന്താ പറയുക, ഒരാഴ്ചത്തേക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ നാളെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ഫ്രീ ആണ്. സോ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. സോ സ്റ്റേ വിത്ത് മീ. ഞങ്ങളിപ്പോൾ ജംഷഡ്പൂരിലാണ്. ടാറ്റ നഗറിൽ നിന്ന് ജംഷഡ്പൂരിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി നാളെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം, അപ്പുറയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ചായക്കട കണ്ടപ്പോൾ ഇവിടെ ഗ്ലാസ്, മണ്ണ് കൊണ്ടിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. അതിൽ നമ്മൾ ചായ കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ ഒരു വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ വെച്ചിട്ട് ഒരു ചായ കുടിച്ചു. അപ്പോൾ വീണ്ടും അതേ കടയിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ നമുക്ക് നോക്കാം. जमशेदपुर
ഗെയ്സ് ഞങ്ങളിവിടെ മഡ്കച്ച അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. ഫ്രണ്ട്സ് ഇപ്പോൾ കാണിച്ച സാധനങ്ങളിൽ ആക്ച്വലി കടലുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുളകും പിന്നെ വെള്ളരിക്ക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ, ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ ന്യൂ ടേസ്റ്റ് ഓൾസോ. ഓക്കെ, സോ വെൻ യു കം ടു ഹിയർ to Jharkhand like places, you can get these kinds of foods. So you just taste it. നമ്മളിപ്പോൾ എത്തുകയാണ് ആക്ച്വലി നമ്മുടെ ഏരിയ. സോ ഫ്രണ്ട്സ്, ഇതാണ് ജാർഖണ്ഡിൽ, അതായത് ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപാൽ മൈതാൻ എന്ന് പറയും. ഇവിടെയാണ് നാളെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ്, ഒരു നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ പ്രോഗ്രാമാണ് നാളെ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. നാളെ ഏകദേശം ഒരു 4 മണിയോടെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മളിന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നാളെ മുതൽ നമുക്ക് വേറൊരു മീൻസ് ലെവലായിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതാണ്. സോ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം സ്ഥലങ്ങൾ. സോ ഹിയർ ഇപ്പോൾ ആൾക്കാരെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്തായാലും ഈവനിങ് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കും. സോ നാളെ ഇവിടെയൊക്കെ നല്ലൊരു വൈബായിരിക്കും ആക്ച്വലി നാളെ ഈവനിങ് മുതൽ. നിങ്ങൾ കണ്ടു കാണും, ദിസ് ഈസ് സംവാദ്, അതായത് ട്രൈബൽ കോൺക്ലേവ് ആണ്, നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ ടാറ്റ സ്റ്റീൽ ഫൗണ്ടേഷൻ. സോ ഒരു 4 ദിവസത്തെ പ്രോഗ്രാമാണ്, നാളെ മുതലാണ് ആരംഭിക്കുന്നത്, 19-ാം തീയതി തീരും. അപ്പോൾ അതിനുള്ളിൽ കൾച്ചറൽ ഇവൻറ്റ്സും പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകളും അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ നടക്കും. സോ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. സോ സ്റ്റേ വിത്ത് മീ.